പ്രത്യേകതകളിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സുജൂദാണ്. പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ ഇബാദത്താകുന്ന നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഇബാദത്ത്, ഏറ്റവും വലിയ പ്രത്യേകത സുജൂദാണ്. റുകൂഇനല്ല സ്ഥാനം നിസ്കാരത്തിൽ, ഇഅ്തിദാലിനല്ല സ്ഥാനം, ഫാത്തിഹ ഓതലിനല്ല സ്ഥാനം, അത്തഹിയ്യാത്തിനിരിക്കുന്നതിനല്ല സ്ഥാനം. അല്ലാഹു തആലയ്ക്ക് ഏറ്റവും വലിയ വിലപ്പെട്ട സ്ഥാനം കൊടുക്കുന്നത് സുജൂദിനാണ്. സുജൂദ് നിസ്കാരത്തിൽ വന്നതുകൊണ്ടാണ് നിസ്കാരം അഫ്ദലുൽ ഇബാദത്തിൽ ബദനിയ്യത്തി കുല്ലിഹ എന്ന കാറ്റഗറിയിൽ പെട്ടുപോയത്. സുജൂദിനുള്ള പ്രത്യേകത എന്താണ്? നിസ്കാരത്തിൽ നാം ചെയ്യുന്ന സുജൂദിന്റെ പ്രത്യേകത നമുക്കറിയാം. 7 അവയവങ്ങൾ നിലത്ത് തറപ്പിച്ചു വെച്ചുകൊണ്ട്, നെറ്റിത്തടം നിവർത്തി വെച്ചുകൊണ്ട്, കൈകാലികൾ നിവർത്തി വെച്ചുകൊണ്ട് അല്ലാഹു പരമശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന സുജൂദുണ്ടല്ലോ, ആ സുജൂദ് അല്ലാഹുവിനല്ലാതെ ഒരു ചരാചരത്തിനും ചെയ്യാൻ പാടുള്ളതല്ല. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് വേണ്ടി മലായികത്തിനോട് ഒരു സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടതായി പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണാം. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ മലക്കുകളും ഒരു വിനയത്തിന്റെ സുജൂദ് ചെയ്തു പോയി. ഇല്ല ഇബ്ലീസ്, അസാസീൽ എന്നു പേരുണ്ടായിരുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി എന്ന ആ മനുഷ്യനൊഴികെ, ആ സൃഷ്ടിയൊഴികെ, അവനൊഴികെ എല്ലാവരും ആദം നബിക്ക് വിനയത്തിന്റെ സുജൂദ് ചെയ്തു പോയി. അവൻ വിസമ്മതം രേഖപ്പെടുത്തി, വസ്തക്ബറാവൻ കിബിർ നടിച്ചു. വകാന മിനൽ കാഫിരീൻ, അവത്തെ കാരണം കൊണ്ടവൻ സത്യനിഷേധികളിൽ പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മലായികത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അവനെ ഡിസ്മിസ് ചെയ്യപ്പെട്ട് കളഞ്ഞു. ഇവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മലായികത്ത് സുജൂദ് ചെയ്തതായി പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഫസദൽ മലായികത്ത് കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഏത് സുജൂദാണ് ആദം നബിക്ക് മലക്കുകൾ ചെയ്ത സുജൂദ്? ഏത് സുജൂദാണ് ആദം നബി അലൈഹിസ്സലാമിന് മലക്കുകൾ ചെയ്ത സുജൂദ്? നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുന്ന ഈ സുജൂദല്ല, ആ സുജൂദ്. 7 അവയവങ്ങൾ നെറ്റിത്തടമടക്കം നിലത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന സുജൂദ്. അതിന്റെ അർത്ഥം എന്താണ്? ഹിയ അഖ്സാ ഗായത്തുൽ ഖുദൂർ. പണ്ഡിതന്മാർ അതിനർത്ഥം പറഞ്ഞത് അങ്ങനെയാണ്. ഹിയ അഖ്സാ ഗായത്തുൽ ഖുദൂർ. വിനയത്തിന്റെ അവസാനത്തെ കീഴടക്കമാണ് സുജൂദ്. തല നിലത്ത് വെച്ച് ചെയ്യുന്ന സുജൂദുണ്ടല്ലോ, അത് വിനയത്തിന്റെ അവസാനത്തെ കീഴടക്കമാണ്. അത് അല്ലാഹുവിന് മാത്രമേ, ഒരു ചരാചരത്തിന് അല്ലാഹ്ക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മലായികത്ത് ചെയ്ത സുജൂദ് ഈ സുജൂദല്ല, അത് വേറെ നിലക്കുള്ള സുജൂദാണ്. പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നാം നിസ്കാരത്തിൽ ചെയ്യുന്ന സുജൂദ് അല്ലാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ സുജൂദ് നിസ്കാരത്തിൽ വന്നതാണ് നിസ്കാരം ഏറ്റവും വലിയ കാറ്റഗറിയിൽ പെടാനുള്ള കാരണം. എന്നാൽ സുജൂദിന് ഈ പ്രത്യേകത കിട്ടാനുള്ള കാരണം എന്താ? നിസ്കാരത്തില് ചിന്തിച്ചു നോക്കാത്ത സുജൂദ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങോട്ട് കിടന്നാൽ മതിയല്ലോ, നിലത്താണ് കിടന്നാൽ മതിയല്ലോ. കയ്യും കുത്തിയിട്ട് നിലത്ത് തലയും വെച്ച് കിടക്കാൻ നല്ല സുഖം. ആ കിടത്തം മണിങ്ങി ഒരു 1/2 മണിക്കൂർ വേണമെങ്കിൽ കിടക്കാം. പക്ഷെ നിസ്കാരത്തിൽ ചെയ്യാൻ വിഷമുള്ള ഒരു പണിയതാ റുക്കൂ. ശരിക്ക് ചെയ്താല് എല്ലാവരും വരുമ്പോ ഞാനടക്കം, നിങ്ങളടക്കം പലരും പറയാറുണ്ട്, വാതിൽ വരുമ്പോ ഉസ്താദ് ഇത് വരക്കണം. 90% ഒരു 45 വയസ്സിന് മീതുള്ളവർ പറയാം, എന്താ ഊരവേദനയാണ്, തണ്ടല് വേദനയാണ്, ഉസ്താദ് വരക്കണട്ടോ. ആണായാലും പണ്ടായാലും പറയും. ഒരു മുസ്ലിമിന് തണ്ടല് വേദന മാരകമായ വേറെ വല്ല രോഗം കൊണ്ടും വരാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. മാരകമായ മജ്ജക്കീടകത്ത് ക്യാൻസർ വന്നാൽ നട്ടലിന് ക്ഷതം വരും. അങ്ങനെ തണ്ടല് വേദന ഉണ്ടാവാം. വേറെ ഒരുപാട് കാരണം കൊണ്ട് തണ്ടല് വേദന ഉണ്ടാകാമെങ്കിലും നോർമലായിട്ട് വരുന്ന തണ്ടല് വേദന ഒരു മുസ്ലിം ശരിക്ക് റുകൂ ചെയ്തിരുന്നുവെങ്കിൽ അവന് തണ്ടല് വേദന ഇല്ല. റുകൂ എങ്ങനെ വേണമെന്നാണ് ഇപ്പൊ തൊഴിൽമൊഴി നടക്കുമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചത്. ഒരു സത്യവിശ്വാസി എങ്ങനെയാ റുകൂ ചെയ്യേണ്ടത്? അവന്റെ മുട്ടുകാലിലേക്ക് അവന്റെ 2 ഉള്ളം കൈ എത്തക്കത്തക്ക രൂപത്തിൽ അവൻ കുനിയണം.
അങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോ അവന്റെ മുഴുവൻ പെരടിയും ഒരു പലക പോലെ, ഒരു വടി പോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ഒരു ഹൈവേ റോഡ് നിൽക്കുന്ന പോലെ അതിലൊരു വണ്ടി ഓടിക്കാൻ പറ്റുന്ന രൂപത്തിൽ മുതുവും തലയിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം. അങ്ങനെ മുട്ടുകാലിലേക്ക് കൈ കൊടുത്തിട്ട് ഈ നിലയ്ക്ക് 3 വട്ടം സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലുന്ന ഖദറെങ്കിലും അവനവിടെ നിന്നാൽ, അങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കുമ്പോ 6 റക്അത്ത് നിസ്കരിക്കുമ്പോ അതിന്റെ സുന്നത്തില്, അതിന്റെ മുമ്പുള്ള ശേഷമുള്ള സുന്നത്തിലൊക്കെ റുക്കൂ കൃത്യമായ അതിന്റെ അളവിൽ ഒരാൾ ചെയ്താൽ അയാൾക്ക് പിന്നെ തണ്ടൽ വേദനയുണ്ടോ സുഹൃത്തെ? ഇല്ല. ശരിയായ എക്സസൈസ് കിട്ടുന്നവര് തണ്ടൽ വേദനയില്ല. തണ്ടൽ വളയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തണ്ടലിലേക്ക് ഡിസ്ക് തെറ്റുന്നതും വളയുന്നതും തിരിയുന്നതും കുഴപ്പമുണ്ടാകുന്നതൊക്കെ. അത് ഞാൻ പറഞ്ഞു വരുന്നത് നിസ്കാരത്തിൽ ഏറ്റവും വലിയ വ്യക്തമായിട്ട് വിഷമമുള്ള പ്രവർത്തനം റുക്കുവാണ്. പക്ഷെ അല്ലാഹുവിനിഷ്ടം റുക്കുവല്ല, സുജൂദാണ്. നമ്മൾക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന പണിയാണ് സുജൂദ്. ഓത്തിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദില്ലേ? നിസ്കാരത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ പകരം ചെയ്യേണ്ടത് എന്താ? സുജൂദല്ലേ? അല്ലാഹു തആല നിങ്ങൾക്കൊരു അനുഗ്രഹം ചെയ്തു എന്ന അല്ലാഹുവിന് പ്രത്യുപകാരം നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താ? അനുഗ്രഹത്തിന്റെ സുജൂദല്ലേ? റുക്കൂ ഒരെണ്ണ ചെയ്യാന്ന് പറയാൻ പറ്റുമോ? അവിടെ അല്ലാഹു എനിക്ക് വലിയ അനുഗ്രഹം ചെയ്ത ഒരു റുക്കൂ എടുക്കട്ടെ എന്ന് കുഞ്ഞിക്ക. അല്ലാഹു പറഞ്ഞില്ലല്ലോ, സുജൂദല്ലേ പറഞ്ഞത്. എന്താണ് ഈ സുജൂദിനുള്ള പ്രത്യേകത? അതാ കണ്ടുപിടിക്കേണ്ടത്. സുജൂദിനുള്ള പ്രത്യേകത എന്താണെന്നറിയോ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ഹാർട്ടല്ല, കിഡ്നിയല്ല, ലിവറല്ല, കുടലല്ല, ബ്രെയിനല്ല, കണ്ണല്ല, തലയല്ല, തലച്ചോറല്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അഷ്റഫുൽ അഅ്ല എന്ന് പറയുന്നത് മുഖമാണ്. മുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സ്ഥലം നെറ്റിത്തടമാണ്. ഒരു മനുഷ്യന് ഏറ്റവും അധികം സൂക്ഷ്മത വരേണ്ട സ്ഥലം നെറ്റിത്തടമാണ്. ആ നെറ്റിത്തടം നിലത്ത് വെച്ചുകൊണ്ട്, മുഖം നിലത്ത് വെച്ചുകൊണ്ട്, മൂക്ക് നിലത്ത് മുട്ടിച്ചുകൊണ്ട് അള്ളാഹുവിനൊരാൾ സാഷ്ടാംഗം നമിക്കുന്ന സമയത്ത് അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ മലായികത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മലക്കുകളെ, എന്റെ അടിമ അവന്റെ മൂക്കും അവന്റെ നെറ്റിയും അവന്റെ മുഖവും അതാദരത്ത് വെച്ചുകൊണ്ട് എനിക്ക് പരമമായ വണക്കം ചെയ്യുകയാണ്. അവൻ ചെയ്തു പോയ സകല പാപങ്ങളും എടുത്തുകൊണ്ടുപോയി അവന്റെ തലയ്ക്ക് മുകളിൽ വെക്കൂ. അവൻ സുജൂദിൽ നിന്ന് ഉയരുന്ന സെക്കൻഡ് കണക്ക് അവന്റെ പാപങ്ങൾ ഓരോന്നായി അവന്റെ അക്കൗണ്ടിൽ നിന്ന് മാറ്റിക്കോ.